കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം അതിന് 1 കപ്പ് കടലപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കായം പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കണം. വെള്ളം ഇത് ലൂസാണത് മാതിരി ആവശ്യത്തിന് ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അധികം കട്ടിയാവണ്ട, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇതാകുമ്പോൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ നല്ല കോട്ടിങ് നല്ല തിക്കായിട്ടിരിക്കും. ഇനി നമുക്കിതൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഡഫ് കിട്ടും. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് വെച്ചിട്ട് മുറിച്ച് വെക്കണം. അതുപോലെ എല്ലാം മുറിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എളുപ്പം വരും. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. മാവിൻ്റെ മുകളിലേക്ക് മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കോട്ടിങ് ചെയ്തിട്ട് പാനിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ തിരിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് അധികം നേരം ഇട്ട് വേവിക്കണ്ട, പെട്ടെന്ന് മാവ് വെന്തോളും. ഞാൻ അധികം നേരം ഇട്ട് ഇതിന് മുന്നേ പരീക്ഷിച്ച് എണ്ണ ഒന്ന് പൊട്ടി എൻ്റെ കയ്യിലേക്ക് ഒന്ന് വീണതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് ചെയ്യണം. മുട്ട പ്രത്യേകിച്ച് നന്നായിട്ട് സൂക്ഷിക്കണം, അതൊന്ന് പൊട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന മുളക് എടുത്ത് മാവിലേക്ക് മുക്കിയെടുത്തിട്ട് ഒന്ന് പൊക്കുക. അപ്പോൾ ഈ മാവ് കൂടുതലുള്ളതൊക്കെ താഴേക്ക് വീണോളും. ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക, എന്നിട്ട് അത് പാത്രത്തിലേക്ക് ഇടുക. കാരണം എൻ്റെ കയ്യിൽ എണ്ണ നിറച്ച പാടാണ്. അതുപോലെ വരാതിരിക്കണമെങ്കിൽ എല്ലാവരും നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ചെയ്യണമുണ്ടോ. മുട്ടയൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഇതിപ്പോൾ പാനിൽ എണ്ണ കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നല്ല ചുറ്റും നല്ല റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഇത് റെസിപ്പി നല്ല സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ സാമ്പാർ പൊടി ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. കടയിൽ നിന്ന് മേടിക്കുന്ന ആ ടേസ്റ്റ് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ബജ്ജിയുടെ കൂടെ കഴിക്കുന്ന ഓണിയൻ ചട്നി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷൻ.